ധന്യവും പരിശുദ്ധവുമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. I thank God for the mighty name of Lord Jesus. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗവരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I greet each and every one of you who gathered here today. ഈ സഭയുടെ ശുശ്രൂഷകനായി ദൈവമാക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും എനിക്ക് ഈ പ്രകാരം അവസരമൊരുക്കി തന്നതിന് പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു. I thank God for the Pastor Matthew and his family and for giving me the opportunity to come in this church and minister. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തിന് കർത്താവിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾ ആ യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ കാണിച്ച ശുഷ്കാന്തിക്ക് നിങ്ങൾക്കും പ്രത്യേകം നന്ദി പറയും. I thank God for all the people who had come for the gatherings and cottage meeting that we had in the past few days, and I thank God and greet each and every one of you in the matchless name of Jesus Christ. കർത്തദാസനെ ഓർപ്പിച്ചതുപോലെ രണ്ടാം പ്രാവശ്യമാണ് നിങ്ങളുടെ നടുവിൽ ഫിസിക്കൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നത്. As Pastor mentioned, this is for second time I'm coming to this church for the ministry. കഴിഞ്ഞ വർഷം ഈ രാജ്യത്ത് വരുവാൻ കർത്താവ് അവസരം നൽകിയപ്പോൾ നിങ്ങളോടൊരുമിച്ച് ചില ദിവസങ്ങളായിരിക്കാൻ കർത്താവ് ഇടയാക്കി. And when God gave me the opportunity to come to this country last year, God had given me some time for this church as well to spend with this church. അന്ന് ബിനോയ്ച്ചാനാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. And when I came last time, I didn't know that Pastor Matthew was ministering here. എന്നെ ഈ സഭയ്ക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ സാമച്ചാൻ്റെ ബ്രദറിലോയാണ്. I came to this church through Samjit's brother-in-law. കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യമൊക്കെ പ്രിയബിച്ചാൻ്റെ ഭവനത്തിലും പാർക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. അവരുടെയും ഹോസ്പിറ്റാലിറ്റിക്ക് നന്ദി പറയുന്നു. And for the last year and this time as well, I could spend some time with Brother Abi and family, and I thank them as well for their hospitality. എന്നോട് കാണിച്ച എല്ലാ കൂട്ടായ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I thank everyone for all the hospitality and the fellowship you had shown me, and I want to turn to the message. മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. I am not spending time to give any kind of introduction now. വളരെ ശാന്തമായി ദൈവവചനത്തിൽ നിന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. And I'm leaning on to God to spend some time on the word that I have meditated. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. John chapter 4 verse 4. Can someone read? നാലാമത്തെ വാക്യം അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. And he must need to go through Samaria. ആ വേദഭാഗത്തിലേക്ക് ഇന്ന് സന്ധ്യയിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. And I'm depending on the Lord to come to your take your attention to that verse. ആ വേദഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. And if you look into that verse, it is written that he had to go through Samaria. യേശു ശമരിയിൽ കൂടെ കടന്നു പോയി എന്നല്ല. It is not written that Jesus had gone through Samaria. യേശു ശമരിയിൽ കൂടെ കടന്നു പോകുകയായിരുന്നു എന്നല്ല. It is not written that he was going through Samaria. യേശു ശമരിയിൽ കടന്നു പോയി എന്നല്ല. It wasn't written there that he went to Samaria. യേശു ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. It is written that he had to go through Samaria. അപ്പോൾ യേശു ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. And when it says that he had to go through Samaria, when it says in that way, it means that there is a purpose behind his journey. നിങ്ങളുടെ കർത്താവിന്റെ ദാസൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് സ്കോട്ട്ലൻഡ് വരെ പോകേണ്ടി വന്നു. And if your pastors tell you that he had to go to Scotland, അങ്ങനെ ഒരാളോട് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു ചോദിക്കും, അതെന്താ പാസ്റ്ററെ പെട്ടെന്ന് അങ്ങനെ പോകേണ്ടി വന്നത്? and if someone says like that, you may ask your pastor that why you had to go. ആമേൻ. അപ്പോൾ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പെട്ടെന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. And when someone says that he had to go somewhere, then it means that there's a purpose behind that journey. എന്താണ് യേശു ശമരിയിൽ കൂടെ പോകേണ്ടി വന്നത്? Why Jesus had to go through Samaria? ഈ പദം നമ്മൾ പഠിക്കണമെങ്കിൽ If you have to learn this, ശമരിയെ കുറിച്ച് പഠിക്കണം. you have to learn about Samaria. ഈ പട്ടണത്തിന്റെ പേര് ശമരിയ എന്നായിരുന്നില്ല. Its name was not like Samaria before. ഈ സ്ഥലത്തിന് ശമരിയ എന്ന പേര് വന്നത്
ഇസ്രായേലിലെ രാജാവായിരിക്കുന്ന ആഹാബിന്റെ പിതാവായ ഒമ്രിയുടെ കാലത്താണ്. And the name Samaria was given to that city during the time of King Omri, who was the father of Ahab. നമുക്കറിയാം ഇസ്രായേലിലെ 7 ഗവൺമെന്റുകളാണ് ഇസ്രായേലിനുണ്ടായിരുന്നത്. And we know that for Israel there were 7 governments. ഇസ്രായേലിലെ മൂന്നാമത്തെ ഗവൺമെന്റ് ആണ് ആഹാബ് ഗവൺമെന്റ്. And the third government was the government of Ahab. ആഹാബ് എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പിതാവായ ഒമ്രി ഭരിച്ചിരുന്നു. And before Ahab came into the power, before that his father Omri was ruling there. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, If you come to 1 Kings chapter 16 verse 24, ആമേൻ, ഒമ്രിയുടെ കാലത്ത് അവൻ ശേമരിനോട് 2 താലന്ത് വെള്ളിക്ക് ശമരിയ മല വാങ്ങി ആ മലമുകളിൽ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് ആ സ്ഥലത്തിൻ്റെ ഉടമയായ ശേമരൻ്റെ പേരിൻ പ്രകാരം ശമരിയ എന്ന് പേരിട്ടു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. And we can see in that verse that he bought the hill Samaria of Shemer for 2 talents of silver and built on the hill and called the name of the city which he built after the name of Shemer, owner of the hill Samaria. അപ്പോൾ ആ പട്ടണത്തിന് ശമരിയ എന്ന് പേരിട്ടതാണ്. And so the name Samaria was given to that city. എപ്പോഴാണത്? When it had happened? ഒമ്രിയുടെ കാലത്ത്, during the time of Omri. എന്നാൽ ഈ സ്ഥലത്തിന് മുൻപുണ്ടായിരുന്ന പേര് ശേഖേം എന്നായിരുന്നു. Before the name was given, the Samaria was known as Shechem. ആ ശേഖേം എന്ന സ്ഥലത്തിനാണ് പിന്നീട് ശമരിയ എന്ന പേര് And the ലഭിച്ചത്. Shechem was actually given the name Samaria in the latter days. എന്താണ് ശേഖേമിന്റെ പ്രത്യേകത? What is the peculiarity of the name Shechem? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ When you learn the word of God, മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത്, when Abraham was called from the city called Mesopotamia, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. God had told Abraham, you go to the place which I am going to show you. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ നിർദ്ദേശപ്രകാരം അബ്രഹാം യാത്ര പുറപ്പെട്ടു. According to the instruction which was given by God, Abraham started his journey. ആമേൻ. അബ്രഹാം ചില ദിവസങ്ങൾ യാത്ര ചെയ്ത അനന്തരം, After doing the journey for many days, ആമേൻ, ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് പാർത്തു. Abraham came and stayed in one of the places. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. If you come to the Genesis last verse of chapter 11, ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവിടെ വെച്ച് ഒരു പിതാവായ തേരഹ് മരിച്ചു. and you can see there that from in that place Terah, his father, was died. ആ സ്ഥലത്തിന്റെ പേര് ഹാരാൻ എന്നാണ്. And that place was called Haran. ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു. Haran, even the place called Haran, Terah died. അതിനുശേഷം ദൈവം അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങി. After that, God started speaking to Abraham. ദൈവ ശബ്ദം കേട്ട മനുഷ്യൻ മുന്നോട്ട് യാത്ര ചെയ്ത്, Listening to the word of God, Abraham started his journey again. 12-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ശേഖേമിൽ വന്ന് പാർത്തു. And when you come to chapter 12 verse 6, you can see that Abraham came and stayed in Shechem. അവിടെ വെച്ച് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, There God talked to Abraham. ഈ ദേശത്തെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി നൽകിയിരിക്കുന്നു. And God said to Abraham that this land was given to you and for your generations. അപ്പോൾ എന്താണ് ശേഖേമിന്റെ പ്രത്യേകത? And what is the peculiarity of this Shechem? ദൈവം അബ്രഹാമിനും അവന്റെ തലമുറകൾക്കും ശാശ്വതമായ അവകാശമായി കൊടുത്ത സ്ഥലമാണ് ശേഖേം. Shechem is the place where God had given Abraham and his generation this place, this ഒന്നുകൂടെ land. പറഞ്ഞാൽ ദൈവം വിളിച്ച മനുഷ്യന്റെ വാഗ്ദത്ത ഭൂമിയാണ് ശേഖേം. In another word, we can say that it is the promised land which was given by God to Abraham. അബ്രഹാമിന്റെ പ്രോമിസ്ഡ് ലാൻഡിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശാലമായി ചിന്തിച്ചതാണ്. And we have learned about the promised land in the previous days here. എന്നാൽ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇത് അബ്രഹാമിന്റെ വാഗ്ദത്തത്തിൽ പെടുന്ന സ്ഥലമാണ്. And when you learn this verse, we can understand that this land is also a part of the promised land of Abraham. അബ്രഹാം അവിടെ പാർത്തു. And Abraham actually lived there. അവിടെ കൃഷി ചെയ്യുകയും മൃഗത്തെ ആടുമാടുകളെ വളർത്തി മുന്നോട്ട് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. And he was trying to live there by doing farming, and he had a lot of cattle over there. ആമേൻ. 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ,
When you turn to chapter 12, verse 10, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദേശത്തെല്ലാം മഹാക്ഷാമമുണ്ടായി. and there you can see that there was a great famine in the land. എവിടെയാണ് ക്ഷാമമുണ്ടായത്? And where that famine came, അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശത്ത് മഹാക്ഷാമമുണ്ടായി. it is actually in the promised land of Abraham. ആ ക്ഷാമം കഠിനപ്പെട്ടത് കൊണ്ട് അവൻ ആ ദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് എത്തി. And when that famine was very great, they had to run away from that land. അപ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശം, ആ ദേശത്ത് ക്ഷാമമുണ്ടാകുന്നു. And it is the promised land, and but although it was a promised land, there was a famine. ചില നാളുകൾ കഴിയുമ്പോൾ After a few days, അബ്രഹാമിന്റെ സന്തതിയായി ഇസഹാക്ക് രംഗത്ത് വരികയാണ്. after a few days, Abraham's son Isaac came in the picture. ഇസഹാക്ക് ആ വാഗ്ദത്ത ദേശത്ത് പാർത്ത് കൃഷി ചെയ്ത് ജീവിക്കുവാൻ തുടങ്ങുന്നു. And Isaac started living in that place by doing the farming and growing the cattle. 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായതുപോലെ പിന്നെയും ദേശത്ത് 24-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. When you turn to chapter 24, സ്തോത്രം അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ ദേശത്ത് പിന്നെയും മഹാക്ഷാമമുണ്ടായി. 26-ാമത്തെ അധ്യായം. and when you turn to 26, you can see that there was a famine again in the same land during the time of Isaac, same way how it was happened in the time of Abraham. 26-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കൂ. അബ്രഹാമിന്റെ കാലത്ത് മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. And it was written in chapter 26 verse 1 that the same way how that in the days of Abraham the famine happened, in the same time of Isaac as well there was a famine. ഇസ്ഹാക്കിന്റെ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് എഴുതിയാൽ മതിയായിരുന്നു. It could have just written that during the time of Isaac there was a famine. പക്ഷേ എഴുതുമ്പോൾ ഇങ്ങനെയാണ്, അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത്. But it is written that beside the first famine that was happened in the days of Abraham, there was a famine in the land during the time of Isaac. എന്താണ് പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതുവാൻ കാരണം? Why the Holy Spirit had written in that way? ഇസഹാക്കിന്റെ കാലത്തുണ്ടായ ക്ഷാമത്തിന് അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമവുമായി സിമിലാരിറ്റി ഉണ്ട്. Because there was a similarity for the famine that happened in the days of Isaac, similar to that is what in the days of Abraham. വാഗ്ദത്തമുള്ള അബ്രഹാം, and Abraham had that promise. വാഗ്ദത്ത ദേശത്ത് പാർക്കുവാൻ തുടങ്ങി. He started living in his promised land. അവന്റെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാൻ തുടങ്ങുന്ന സമയമായപ്പോൾ, and when he started having the blessing in that promised land, ദേശത്തിന് നന്മ അനുഭവിക്കുവാൻ കഴിയാതെ ദേശത്ത് ക്ഷാമമുണ്ടായി. instead of having the blessings from that land, he started having the famine from the land. ഇസഹാക്ക് അടുത്ത തലമുറയാണ്. Isaac is the next generation. ആ തലമുറ അടുത്ത ജനറേഷനായ അടുത്ത തലമുറയായി ഇസഹാക്ക് വാഗ്ദത്ത ദേശത്ത് താമസിച്ച് നന്മ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും അവിടെ ക്ഷാമമുണ്ടാകും. When Isaac started staying in the same promised land and he started doing things, the same famine happened again. 3-ാമത്തെ തലമുറ യാക്കോബാണ്. And the third generation was Jacob. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം എങ്ങനെയാണ്? നിനക്കും നിന്റെ തലമുറകൾക്കും ശാശ്വത അവകാശമായി ഞാൻ ഈ ദേശത്തെ നൽകുകയാണ്. But God had told Abraham that for you and for your generation I am giving this place as inheritance. അപ്പോൾ ഈ തലമുറകൾ വാഗ്ദത്തമുള്ള തലമുറകളാണ്. So these children are actually the promised ones. അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തം ഇസ്ഹാക്കിലേക്കും ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും വാഗ്ദത്തമായി കൈമാറി വരുവാനുള്ള വാഗ്ദത്തങ്ങളാണ്. And whatever promise Abraham had received, it has to pass through his children and generations. അടുത്ത ജനറേഷൻ വാഗ്ദത്തം അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ അത് അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം ആ ദേശത്ത് ക്ഷാമമുണ്ടാകുന്നു. And when the next generation came into this land, instead of enjoying the blessings and the promise, instead of that there was a famine in the land. 3-ാമത്തെ ജനറേഷനായ യാക്കോബിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? During the third generation of Jacob, what
During the time of Jacob, what had happened? യാക്കോബ് ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കുവാൻ സമയമായപ്പോൾ When Jacob had come to that land to get the promised land and having the joyful living there, അവൻ ആ ദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ട സ്ഥിതി അവനും ഉണ്ടാകുകയാണ്. because there was a situation that had happened that he has to run away from the land. ശ്രദ്ധിക്കൂ, ഒന്നാമത്തത് അബ്രഹാം ആ ദേശത്ത് നിന്ന് ഓടിപ്പോകത്തക്ക നിലയിൽ ക്ഷാമമുണ്ടായി. And first you can see that Abraham had to run away from the promised land. അതേ ക്ഷാമം ഇസഹാക്ക് അനുഭവിക്കേണ്ടി വന്നു. അവനും ഓടിപ്പോകുവാൻ ശ്രമിക്കുന്നു. And the same famine Isaac had to go through, and he has to run away from the place. അടുത്ത തലമുറയെ യാക്കോബ് ആ ദേശത്ത് നന്മ അനുഭവിക്കേണ്ട സമയമായപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട സ്ഥിതി അവന് ഉണ്ടായി. Afterwards, when Jacob came into that land, he also had to face the problems. He had to run away from the land. അവൻ അവിടുന്ന് ഓടിപ്പോയി പദനാരാമിൽ പാർക്കുകയാണ്. And he ran away from there. ആമേൻ. എന്താണ് ഈ പദത്തിന്റെ ഈ ചിന്തയുടെ പിന്നിലെ ആമേൻ പ്രത്യേകത? And what is the meaning behind this thought? വാഗ്ദത്തമുള്ള സന്തതി, If there is a child which is വാഗ്ദത്തമുള്ള ജനം, promised people, വാഗ്ദത്തം അനുഭവിക്കുവാൻ കഴിയാതെ although they have promised, but they cannot enjoy their promise. വാഗ്ദത്ത ദേശത്ത് നിന്ന് അവരെ ഓടിച്ച് കളയുന്ന ഒരു പ്രതിസന്ധി അവർക്കെതിരെ വ്യാപരിക്കുകയാണ്. There is a opposition that has happened against them, so that they had to go away from their promised land. വാഗ്ദത്തം കൊടുത്തത് ദൈവമാണ്. God had given them the promise, വാഗ്ദത്തം ഉള്ള ജനമാണ്. and the people are having the promise, പക്ഷേ ആ വാഗ്ദത്തം അനുഭവിക്കുവാൻ തലമുറകളായി അവർക്ക് കഴിയുന്നില്ല. but the generation cannot enjoy the blessings of the promise which was given by God. 20 വർഷമാണ് യാക്കോബ് ആ ദേശത്തു നിന്ന് മാറി പാർക്കേണ്ടി വന്നത്. 20 years Jacob was away from that promised land. 20 വർഷം കഴിയുമ്പോൾ യാക്കോബ് പദനാരാമിൽ നിന്ന് മടങ്ങി വരുന്നു. And after 20 years he is coming back. 33-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ And when you come to 33 verse 1, അവൻ യാക്കോബ് പദനാരാമിൽ നിന്ന് ശേഖേമിലേക്ക് മടങ്ങി വന്നു. and Jacob had come back to Shechem. അന്നത് ജാതികളുടെ കയ്യിലാണ്. And he is come to that time the land was with the Gentiles. യാക്കോബ് ആ ദേശം 100 താലന്ത് വെള്ളി കൊടുത്ത് ആമേൻ വാങ്ങിയെടുത്തു. Jacob bought that place with 100 talents. ശ്രദ്ധിക്കൂ, എന്താണ് വാങ്ങിയെടുത്തത്? What he had actually തന്റെ bought, പിതാവിനോടും the promise of his തന്റെ father, വല്യപ്പച്ചനോടും his grandfather. ദൈവം വാഗ്ദത്തം പറയുകയും God had given them the promise. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവന്റെ സന്തതികൾക്കുമായി വാഗ്ദത്ത ശാശ്വത അവകാശമായി ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശം 20 വർഷങ്ങൾക്ക് ശേഷം വില കൊടുത്ത് ഈ മനുഷ്യർ വാങ്ങേണ്ടി വന്നു. So Jacob had to purchase the land which was actually given as the promise or the inheritance by God for Isaac, Abraham, and for his generations. അവനവിടെ പാർത്ത് നന്മ അനുഭവിക്കുവാൻ തുടങ്ങുകയാണ്. And Jacob had actually started living there, and he started enjoying the blessings from the promised land. ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ When Jacob started enjoying the land, 34-ാമത്തെ അധ്യായം 30 മുതൽ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്കൊരു ചിന്ത പിന്നെയും കാണുവാൻ കഴിയും. and when you turn to chapter 34 verse 30 onwards, then you can see another thing over there. ആ ദേശത്ത് നിന്ന് യാക്കോബ് പ്രതിസന്ധിയിൽ ഓടിപ്പോകേണ്ട സ്ഥിതി ഉണ്ടാകുകയാണ്. And we can see that Jacob again had oppositions and troubles in that land, and he had to run away from there. ഒരു പ്രത്യേക ഇൻസിഡന്റ് അവന്റെ കുടുംബത്തിലുണ്ടായി. And there was a specific incident happened in his family. അത് നിമിത്തം യാക്കോബ് തന്റെ മകനായ ലേവിയോടും ശിമയോനോടും പറയുകയാണ്, Because of that incident, he is telling his children, Levi and Simeon, നിങ്ങൾ എന്നെ ഈ ദേശത്ത് നാറ്റിച്ച് വിഷമത്തിലാക്കി. you have made my name troubled here, and you have given me trouble over here. അവൻ ആ ദേശത്തു നിന്ന് യാക്കോബ് ഓടിപ്പോകേണ്ടി വരികയാണ്. So Jacob had to run away from that land. അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. And he ran away and came to a place called Bethel. എന്താണ് ഇതിന്റെ അർത്ഥം? What is the meaning of it? വാഗ്ദത്തമുള്ള തലമുറ The promised generation, വാഗ്ദത്തം അനുഭവിക്കേണ്ട സമയമാകുമ്പോൾ when they have the time to enjoy their വാഗ്ദത്തം promise, അനുഭവിക്കുവാൻ കഴിയാതെ instead of enjoying the promise, അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ച് കളയുന്ന ഒരു ശക്തമേറിയ വ്യാപാരം അതിന്റെ പിന്നിൽ and ചലിക്കുകയാണ്. there is an opposition that happens wherever they are. They have to run away from the place where they are being promised. ആ ദേശം അവരുടെ ശാശ്വത അവകാശമാണെങ്കിലും അതിന്റെ നന്മ അനുഭവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. Although the land was their inheritance, but they cannot enjoy the blessings from that promised land. അടുത്ത തലമുറകൾ രംഗത്ത് വരുമ്പോൾ When the next generation come in picture, പിന്നെയും സ്ഥിതിക്ക് ആമേൻ ഭേദമൊന്നും വരുന്നില്ല. there is no difference in the circumstances for that generation too. നമുക്ക് കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ്, What we can see over there,
യാക്കോബ് തന്റെ മകനായ ജോസഫിനോട് പറയുന്നു, നീ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ശേഖേമിലേക്ക് പോകണം. And we can see that Jacob, he was saying to his son Joseph that you go and see how your brothers are doing. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ജോസഫ് ശേഖേമിലേക്ക് പോകുന്നു. And Joseph went to Shechem to understand how his brothers are doing. ആ ശേഖേമിൽ അവരെ കാണാഞ്ഞതുകൊണ്ട് Because he couldn't meet his brothers in Shechem. ദോദാനിലേക്ക് പോയി എന്ന് And വായിക്കുന്നു. he went to Jordan. ശേഖേമിന്റെ ഉൾപ്രദേശമാണ് ദോദാൻ. And Dodan is inside place of Shechem. അതിനുശേഷം യാക്കോബ് കേൾക്കുന്നത് എന്താണ്? ജോസഫ് മരിച്ചു എന്നാണ്. After that, what Jacob was hearing is that Joseph is dead. ജോസഫിന്റെ അസ്ഥികൾ അവിടെ അടക്കിയെന്ന് അവൻ വിശ്വസിക്കുന്നു. And he thought that Joseph's dead body was buried. അന്നു മുതൽ യാക്കോബ് വേദനയോടെ കഴിയുകയാണ്. And Jacob was actually in pain thinking about the son's death. തന്റെ മകനായ ജോസഫിന്റെ അസ്ഥികൾ അടക്കം ചെയ്ത തന്റെ മകൻ മരിച്ചുപോയി ആ ദേശം വീണ്ടെടുക്കുവാൻ അവൻ ആവുന്നത് ശ്രമിക്കുകയാണ്. And then Jacob wants the place where the Joseph was buried, and he wanted that place back for him. അത് ജാതികൾ കൈയടക്കി വെച്ചിരിക്കുന്നു. And that place was owned by Gentiles. പല പ്രാവശ്യം താൻ അത് വാങ്ങിക്കുവാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. But so many times Jacob tried to buy that place, but that didn't happen. 47-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു ചിന്തയുണ്ട്. And when you come to 47 verse 21, you can see what Jacob was saying. അവൻ തന്റെ മകനായ ജോസഫിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് When he was blessing Joseph, പിന്നീട് ജോസഫ് ജീവിച്ചിരിക്കുന്നുവെന്നും അറിയുകയും യാക്കോബ് അവന്റെ അടുക്കലെത്തുകയും താൻ മരിക്കുവാൻ സമയത്ത് ജോസഫിനെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ, when Jacob came to know that Joseph was living in Egypt, and he came to Egypt and he wanted to bless Joseph, യാക്കോബ് യോസഫിനോട് പറയുകയാണ്, Jacob was telling Joseph, ഞാൻ എൻ്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ച ഈ ദേശം സഹോദരന്മാരുടെ അവകാശങ്ങളിൽ കവിഞ്ഞ അവകാശമായി നിനക്ക് തരുന്നു. And Joseph, Jacob was telling Joseph, this land was got from the Ammonites through the fight, and I am giving this place to you. 48-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. And it is 48 verse 21. ജോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, And Joseph had told Israel, ഞാൻ ഇതാ മരിക്കുന്നു, I am going to die. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് God will be with you, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. and he will bring you again into the land of അടുത്ത your വാക്യം വായിച്ചോട്ടെ, fathers. 22-ാമത്തെ വാക്യം. Read 22. എന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. I took out this land from the hand of Amorite with my sword and with my bow, and I am giving this part to you. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്ത The promised land which was given by God to Abraham, അവന്റെ തലമുറകൾ വാഗ്ദത്തമായി അനുഭവിക്കേണ്ട, and the place which has to be gone as the inheritance to Abraham's അത് generations. അനുഭവിക്കുവാൻ കഴിയാതെ ക്ഷാമമുണ്ടായ, And when there was a time of enjoyment, but there was a famine പിന്നീട് happened. യാക്കോബ് വില കൊടുത്തു വാങ്ങിച്ചിട്ടും നന്മ അനുഭവിക്കാൻ കഴിയാതെ പോയ, In the latter days, although Jacob had bought that place with a അവരുടെ- talent, he couldn't enjoy the place. അവരുടെ വാഗ്ദത്ത ദേശമായ ശേഖേമിനെ ജാതിയുടെ കയ്യിൽ നിന്ന് യാക്കോബ് വാളുകൊണ്ടും വില്ലുകൊണ്ടും യുദ്ധം ചെയ്തു തിരിച്ചു പിടിച്ചത് ജോസഫിന് കൊടുത്തു. And Jacob had actually has to go through the fight to get that place from the Gentiles, and he had given that land to Joseph. ഈ സ്ഥലമാണ് ശമരി എന്ന് പിന്നീട് ഞാൻ തെളിയിക്കും. And this place is actually the Samaria. അടുത്ത തലമുറകൾ അവിടെ പാർക്കാൻ തുടങ്ങുകയാണ്. And when next generation started living there, അടുത്ത തലമുറ അവിടെ പാർത്ത് നന്മ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ, and when they started enjoying the blessing of that promised land, പിന്നീടും വേദപുസ്തകത്തിൽ കാണുന്നത് ആ ദേശത്ത് ക്ഷാമത്തിന്റെ കാലങ്ങൾ ഉണ്ടാകുകയാണ്. afterwards what we can see in the word of God, there was a famine again. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ If you go to Judges, അടുത്ത ജനറേഷൻ ആ സ്ഥലത്ത് താമസിക്കുന്നു, ശേഖേമിൽ താമസിക്കുന്നു. next generation was actually living in that place. ശേഖേമിൽ അവർ താമസിക്കുമ്പോൾ, And when they were staying in the Shechem, ആ ദേശത്തിന് നന്മ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ദേശത്ത് ക്ഷാമമുണ്ടാകുന്നു. when they were started enjoying the blessing of that promised land, Shechem, again there was a famine. എന്താണ് ഇത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചിന്ത? What is actually the thought that we can see here?
വാക്തത്വമുള്ള തലമുറകളുടെ വാക്തത്വം അനുഭവിക്കാൻ കഴിയാതെ വാക്തത്വ തലമുറകളുടെ വാക്തത്വങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന ഒരു വല്ലാത്ത വ്യാപാര ശക്തി അതിന്റെ പിന്നിൽ ചലിക്കുന്നു. There is an opposition force always among the generations of the promised one, and they cannot enjoy the promised land. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ചിന്ത വിളിച്ചു പറയാം. And I want to tell you people, the children of God, വാക്തത്വമുള്ള തലമുറ when there is a promised generation, വാക്തത്വം അനുഭവിക്കാൻ കഴിയാതെ when they cannot enjoy the promise, അവരുടെ വാക്തത്വങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന വല്ലാത്ത വ്യാപാരങ്ങളുടെ നടുവിൽ when there are many oppositions so that they cannot enjoy their promise or inheritance that has given by God. വാക്തത്വമുള്ളവന് വേണ്ടി ആ വാക്തത്വങ്ങളെ കൈമാറാൻ ഇടപെടുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി മറക്കരുത്. But there is a heaven who will always work for those kind of people so that they can inherit the land that was promised. ശ്രദ്ധിക്കൂ, ആ തലമുറകൾ നന്മ അനുഭവിക്കുവാൻ ശത്രു അനുവദിക്കുന്നില്ല. And the enemy is not allowing them to enjoy the promise God had given. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ പിന്നെയും ദേശത്ത് ക്ഷാമമുണ്ടായ ചരിത്രം നമുക്ക് കാണാൻ And when കഴിയുന്നു. you read book of Judges, you can see that there was a famine again. എന്നാൽ അവിടെ കൊണ്ട് അത് നിൽക്കുകയല്ല. And it is not stopping over there. അല്പം കൂടെ കാലഘട്ടം കഴിയുമ്പോൾ When there are many days happen, അവർ ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ക്ഷാമം മാത്രമല്ല ശത്രു വന്ന് അവരുടെ നന്മയെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു മണ്ഡലം കാണുവാൻ and you കഴിയുന്നു. can see that after latter years, it is not just famine that is not allowing them to enjoy the land. It is actually enemy also coming and fighting with them. ഒരു കാലഘട്ടത്തിൽ അവൻ വാക്തത്വമുള്ളവന്റെ വാക്തത്വത്തിനെതിരെ ക്ഷാമത്തിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നുള്ളൂ. And only some of the times there was only famine that was not allowing them to enjoy the promised എന്നാൽ land. തലമുറകൾ കഴിയുമ്പോൾ When the generations happen, പ്രതിസന്ധികളുടെ ആഴം കൂടുകയാണ്. the opposition is actually getting intensified. അവൻ ക്ഷാമം മാത്രമല്ല ശത്രു വന്നവരുടെ നന്മ അപഹരിച്ചു It is കൊണ്ടുപോകുകയാണ്. not just famine, it is actually enemies were coming and taking away their good things from that land. വാക്തത്വമുള്ളവൻ വാക്തത്വം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ When the promised people, they were going to enjoy the promises, ഒന്നുകിൽ ക്ഷാമം വരും, either there will be famine, അല്ലെങ്കിൽ ഇപ്പോൾ ശത്രു വരും. otherwise enemy will come. ഒന്നുകിൽ ശത്രു അപഹരിക്കും, Either the enemy will steal things, ഇല്ലെങ്കിൽ ക്ഷാമം കൊണ്ട് അത് നശിക്കും. otherwise the famine will come and ഒരു take away. തരത്തിലും വാക്തത്വമുള്ളവൻ വാക്തത്വം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം അതിന് വിരോധമായി വല്ലാത്ത പ്രതിസന്ധികൾ ഉയരുകയാണ്. And all the time there are some kind of opposition that are coming against those promised generations so that they cannot enjoy the promises from the land. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ When the time passed by, അവൻ സാഹചര്യങ്ങൾ പിന്നെയും കഠിനപ്പെടുകയാണ്. the circumstances were going against them. രാജാക്കന്മാരുടെ കാലത്തിലേക്ക് വരുമ്പോൾ When it comes to the time of kings, അവൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്. and if you turn to book of Kings, you can see like this. അരാം രാജാവായ ബെൻഹദദ് ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ And we can see that Aramite king Belhadad came and പിന്നെയും ദേശത്തെല്ലാം മഹാക്ഷാമമുണ്ടായി. when he came to quarrel with the people, that time again there was a famine. ശ്രദ്ധിക്കൂ, ആ ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത ജനറേഷൻ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ജനറേഷന്റെ സമയമാണ്. After the time of judges, there were time of kings. That time also there were people coming and fighting with them. അവിടെ എന്താണ് സംഭവിക്കുന്നത്? What happened that time? ന്യായാധിപന്മാരുടെ കാലത്തുണ്ടായത് ഒന്നുകിൽ ക്ഷാമം അല്ലെങ്കിൽ ശത്രുവിന്റെ പ്രതിസന്ധി. During the time of judges, what had happened was either there was a famine or there were battle from the enemies. ആ കാലഘട്ടത്തിലെ തലമുറയുടെ നന്മയെ ഒന്നുകിൽ ശത്രു അപഹരിക്കും അല്ലെങ്കിൽ ക്ഷാമം അപഹരിക്കും. During the time of judges, either the enemies or the famine used to take away their blessings from the promised land. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ എന്താണ്? But during the time of kings, during the അടുത്ത തലമുറയിൽ പ്രതിസന്ധി കൂടുകയാണ്. that time the opposition has actually intensified. വായിച്ചത് ഇങ്ങനെയാണ്. It is written like this. അരാമ്യ രാജാവായ ബെൻഹദദ് ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ ദേശത്തെല്ലാം The മഹാക്ഷാമമുണ്ടായി. king of Amorite, when he came and tried to destroy the people, that time famine also came. ഇന്നലകളിൽ ഒന്നുകിൽ ശത്രു അല്ലെങ്കിൽ ക്ഷാമം. In the past days, it is either the famine or the enemy. പക്ഷെ ഇപ്പോൾ എന്താണ്? ശത്രുവും ക്ഷാമവും ഒരുപോലെ വരികയാണ്. But these days, it is both enemy and the famine coming together. വാക്തത്വ തലമുറകളെ മുന്നോട്ട് വിടാൻ അനുവദിക്കാതെ പ്രതിസന്ധികൾ വല്ലാണ്ട് വ്യാപരിക്കുകയാണ്. And when the
the opposition is coming, everything is coming together so that the people who had got that promise, they cannot move forward. ഒരു തരത്തിലും വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തം അനുഭവിക്കുവാൻ അവൻ സാഹചര്യങ്ങളും ശത്രുവും അനുവദിക്കുന്നില്ല. The circumstances and enemies, and they are not allowing the people who got the promise so that they cannot enjoy the എന്തിനാ ഇന്ന് promise. രാത്രി ഈ സന്ദേശം പറയുന്നതെന്നറിയാമോ? Why I am giving this message today? അവർക്ക് മാത്രമല്ല, വാഗ്ദത്തമുള്ള എല്ലാ ജനത്തിനും വിരോധമായി ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. It is not just for them, all the people who had got promises from the Lord, and they always have this kind of opposition. ഇന്ന് സന്ധ്യയിൽ വാഗ്ദത്തമുള്ള നിനക്കെതിരെ അവൻ വാഗ്ദത്തം അനുഭവിക്കുവാൻ കഴിയാതെ ശത്രു അതിനെ പോരാട്ടം അഴിച്ചുവിട്ടാൽ അതിനകത്തു നീ തളരാൻ അനുവദിക്കാതെ നിന്റെ വാഗ്ദത്തം നിന്റെ കയ്യിലേക്ക് കൈമാറേണ്ടതിന് അവൻ ഇടപെടുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മറക്കരുത്. And tonight also you may have different kind of promises, but if the enemy is trying to steal those promises, you shouldn't be troubled, but you have to know that there is a heaven who will help you to attain that promise. വാഗ്ദത്തമുള്ളവനെതിരെ പ്രതിസന്ധി കടുക്കുകയാണ്. And the people who have that kind of promise, always the opposition gets intensified. ബെൻഹദദിന്റെ കാലത്ത് ബെൻഹദദ് ശമരിയ വളഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? During the time of Benhadad, when he came to conquer Samaria, what had happened? ദേശത്ത് മഹാക്ഷാമം ഉണ്ടായിരുന്നു. During that time there was a great famine, ശത്രു ശക്തനാണ്, and the enemy is very strong and powerful, ക്ഷാമവും കഠിനമാണ്. and famine was also very great. അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്, ഒരു കഴുതത്തലയ്ക്ക് അവൻ 2 വെള്ളിക്കാ 80 വെള്ളിക്കാശ്. And it was written in that way, like the skull of a donkey, it was 20 talents of silver. ഒരു കാൽക്കബ് പ്രാവിന്റെ കാഷ്ടത്തിന് 5 വെള്ളിക്കാശ്. And it was very expensive during that time to buy things. എന്താണ് എഴുതിയിരിക്കുന്നത്? കഴുതത്തലയ്ക്കും പ്രാവിന്റെ കാഷ്ടത്തിനും വില കൂടിയെന്ന്. And what it is written there, that the skull of the donkey and then for the dove, it was very expensive. എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? Why it was written like that? ക്ഷാമത്തിന്റെ കാഠിന്യത്തെ വെളിപ്പെടുത്തുവാനാണ്. It is written like that because it was showing how intensified was the famine. പ്രാവിന്റെ കാഷ്ടത്തിന് വില കൂടി. And it is all showing that the intensity of famine was very great. 2 വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുന്നുണ്ടെങ്കിലും And although there were 2 meanings were given for that, അവിടെ എഴുതിയിരിക്കുന്ന പ്രാവിൻ കാഷ്ടം എന്ന് തന്നെയാണ് മറ്റു ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വെജിറ്റബിൾ ആണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. and although it was written about the dough, but it is some people say that it is a kind of vegetable. എന്നാൽ വെജിറ്റബിൾ അല്ല, പ്രാവിൻ കാഷ്ടം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. And it is actually written about the dough only. എന്തിനാണ് അങ്ങനെ എഴുതിയത്? Why it was written like that? ക്ഷാമത്തിന്റെ കാഠിന്യം അറിയാം. It is showing that the intensity of the famine. എന്താണ് അതിന്റെ പ്രത്യേകത? What is the peculiarity of that? ദേശത്തെല്ലാം മഹാക്ഷാമം ഉണ്ടായപ്പോൾ It was written that there was a great famine happened in the whole place. ആ ദേശത്തുനിന്ന് പ്രാവ് ദൂരദേശത്തേക്ക് പറന്നു പോകും. And the dove used to fly away from that place. എന്നിട്ട് ക്ഷാമമില്ലാത്ത ദേശത്ത് പോയി ആഹാരം കഴിക്കൊള്ളും. And it goes to a place where it can get the feed. എന്നിട്ട് അവർ തിരിച്ചു പറന്നവരുടെ ആ ദേശത്തേക്ക് മടങ്ങി വരും. And when they get the food, they come back to the place where they flew from. ആ പ്രാവ് കാഷ്ടിക്കുമ്പോൾ അതിന്റെ കാഷ്ടത്തിനകത്ത് ദഹിക്കാതെ കിടക്കുന്ന അരിമണികൾ ധാന്യമണികളുണ്ട്. And when it excretes, and there might be things that were not digested in those stomach. കാൽക്കബ് പ്രാവിൻ കാഷ്ടം 5 വെള്ളിക്കാശിന് വില കൊടുത്ത് ജനം വാങ്ങി കുലുക്കി കഴുകി അതിന്റെ വേസ്റ്റ് നീക്കി അതിനകത്തുനിന്ന് കിട്ടുന്ന അരിമണികൾ എടുത്ത് ശുദ്ധി ചെയ്ത് പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് അപ്പമുണ്ടാക്കി കൊടുക്കത്തക്ക നിലയിൽ ദേശത്ത് മഹാക്ഷാമമാണ്. And it was showing that the famine was that kind of great that the people used to take the excrete which comes out from the doe's stomach, and they used to clean that and used to give the children as food. ആരാണ് ഇത് അനുഭവിക്കുന്നത്? And who is actually experiencing this kind of difficulty? വാഗ്ദത്തമുള്ള തലമുറ. The generation who had the actual promise. ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? What is actually happening here? ദൈവം കൊടുത്ത വാഗ്ദത്തം, When God had given them the promise, തലമുറയായി അനുഭവിക്കുന്ന വാഗ്ദത്തം, and the promise that the inheritance that has to be done by the generation, ഒരു തലമുറയും അനുഭവിക്കാൻ കഴിയാതെ വണ്ണം അതിന് വിരോധമായി ശത്രു പോരാടി അതിനെ അപഹരിച്ചൊതുക്കുകയാണ്. and the opposition that is coming from the enemy, so that no generation can actually enjoy the promise that was given. പിന്നെയും മുന്നോട്ട് വരുമ്പോൾ When you come forward, ആ ദേശത്ത് അടുത്ത ജനറേഷനുകൾ പാർക്കുന്നു. and the next
generation coming and living in that land. അവിടെ ജനറേഷനുകൾ നന്മ അനുഭവിക്കുവാൻ അനുവദിക്കാതെ ശത്രുവിന്റെ വലിയ പോരാട്ടങ്ങൾ അവർ അനുഭവിക്കുന്നു. And again there were oppositions from the enemy so that they cannot enjoy the promise from the land. ചരിത്ര പുസ്തകം നമ്മൾ പഠിച്ചാൽ And when you read the historical ആ books, വാഗ്ദത്ത സന്തതിയെ ജനിക്കുവാൻ പോലും അനുഭവിക്കാത്ത മണ്ഡലങ്ങളുണ്ട്. and there were oppositions so that the children of that promised people weren't even born in that place. വാഗ്ദത്ത തലമുറ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അതിനെ കൊന്നുകളയുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങൾ അവർ And അനുഭവിക്കേണ്ടി there were വന്നു. oppositions from enemies so that the baby, when they are in the womb itself, they had to be killed. ഒടുവിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? It can be read like this. ആ ദേശത്തേക്ക് ശത്രു രാജ്യം കടന്നു വന്നു. And to that promised land, the enemy's people അവൻ came. ഇസ്രായേൽ ജനത്തിന് വിരോധമായി And the people who are against Israel, അവൻ ജാതീയ ശക്തികൾ കടന്നു വന്നവരെ അവൻ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. and the force of Gentiles and nations, they came to that place and they have been taken as captives and taken as exile into their country. നമുക്ക് അറിയാൻ കഴിയുന്ന രണ്ട് പ്രധാന പ്രവാസങ്ങൾ ആ കാലഘട്ടത്തിലുണ്ട്. And there were two main exile happened during that time. അവൻ ഒന്ന് ബാബിലോണിയ പ്രവാസം. The first one is the exile of Babylon. അവൻ അത് യഹൂദ ജനം അനുഭവിക്കുന്നതാണ്. And that is actually for the people from Jew. എന്നാൽ 10 ഗോത്രങ്ങൾ ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു പ്രവാസമുണ്ട്. But from the 10 tribes there were an exile which was happened to the Israel. ഇസ്രായേൽ എവിടെയാണ് പാർക്കുന്നത്? Where Israel was living. അവർ ഗലീലയിലും ശമരിയയിലുമായി പാർത്തിരുന്ന ജനമാണ്. They were from Galilee and from Samaria. അവരെ അവൻ ശത്രു പിടിച്ചുകൊണ്ടുപോയി. And the enemy actually took them as captives. അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. And their children were killed. ദേശത്തോടെ പാർക്കുവാൻ അനുവദിക്കാതെ ആ ദേശത്തെ ജാതീയ മണ്ഡലമായി മാറി. And the place where they were supposed to live, they were taken captive from that place, and that place was taken by Gentiles. ആ ജനം അവിടേക്ക് മടങ്ങി വരുവാൻ പോലും അനുവദിക്കാതെ വണ്ണം അവർ തകർന്നുപോയി. And the people couldn't come back to those places and they were all destroyed. ഇപ്പോൾ ആ ദേശത്തെ വിരലിൽ എണ്ണാവുന്ന യഹൂദ ജനം ഇസ്രായേൽ ജനം മാത്രമേ ഉള്ളൂ. And in the promised land there were only very few number people in that place are Israel. അവരവിടെ പാർത്ത് കൃഷി ചെയ്ത് നന്മ അനുഭവിക്കുവാൻ And തുടങ്ങുകയാണ്. that very few number of people who were Israelites, they started living there and they started enjoying the place. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ജാതികളുടെ ഗലീല എന്ന് നമ്മൾ വായിച്ചില്ലേ? Last day we have read that the Galilee is actually ജാതികൾ അതിനെ Gentiles. കൈയടക്കി വെച്ചു. The place was actually conquered by the Gentiles. അപ്പോൾ തലമുറകളായി ഈ പോരാട്ടം നടക്കുകയാണ്. And this opposition and the problem were happening for generations. ഇപ്പോൾ ആ ജാതികളുടെ ഇടയിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം അവരുടെ വാഗ്ദത്ത ദേശത്ത് നന്മയ്ക്കായി കഷ്ടപ്പെടുകയാണ്. And there were very few people from Israel, although it was their promised land, they were doing hard labor to live there. അവരവിടെ കൃഷി ചെയ്ത് നന്മ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ And they started farming there and they started enjoying that promised അവരുടെ land. ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. And they cannot enjoy anything different to what is actually happened in the past days. എന്താണ് അവരുടെ ചരിത്രം? What is their history? അബ്രഹാം മുതലുള്ള ചരിത്രം നോക്കിയാൽ And if you look the history of from Abraham, ഒന്നുകിൽ ശത്രു വരും, ഒന്നുകിൽ ക്ഷാമം വരും, either there will be a famine, അല്ലെങ്കിൽ ശത്രു വരും. there will be an enemy അവൻ otherwise. കാലഘട്ടങ്ങൾ മാറിയപ്പോൾ After few days, ആവർത്തിച്ച് ക്ഷാമവും ശത്രുവും വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ശത്രുവും ക്ഷാമവും ഒരുപോലെ അവരെ ഞെരുക്കുവാൻ and in the തുടങ്ങി. past days either famine or the enemy used to come, but afterwards both used to come together. തലമുറകൾ അനുഭവിക്കുന്ന നന്മയെ തലമുറയായി ശത്രു Although ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. it was a promise and the blessing which was given by God, but the oppositions were always destroying them. അതിന്റെ നടുവിലും ഈ ജനം പ്രതീക്ഷയോടെ അവിടെ പാർത്ത് കൃഷി ചെയ്യുവാൻ തുടങ്ങി. Even in the midst of all this trouble, people were very expectant and they used to do the farming and they lived there. അവർ കൃഷി ചെയ്ത് നന്മ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ And when they started doing the farming there and they started enjoying the life there, യേശുവിന്റെ കാലഘട്ടത്തിൽ in the time of Jesus, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, യേശു ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. we read in John chapter 4 verse 4, we heard that the Lord had to walk through Samaria. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ, 5-ാമത്തെ വാക്യം. Next verse 5. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ ജോസഫ് കൊടുത്ത നിലത്തിനരികെ എത്തി. And you can see that he came to a place called Sychar, which was the place given to Joseph by Jacob. എവിടെ എത്തി? Where he had യാക്കോബ് ജോസഫിന് കൊടുത്ത
കൊടുത്ത നിലത്തിനരികെ എത്തി. And he came to the land which was given by Jacob to Joseph. എപ്പോൾ കൊടുത്തത്? When it was given, ഉൽപ്പത്തി നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? we have read in Genesis like ഞാൻ this. അമോര്യരുടെ കയ്യിൽ നിന്ന് വാളുകൊണ്ടും വില്ലുകൊണ്ടും യുദ്ധം ചെയ്ത് പിടിച്ച ഈ ദേശം ജോസഫെ നിന്റെ സഹോദരന്മാരിൽ കവിഞ്ഞതായി നിനക്ക് തരുന്നു. And we have read in Genesis that the place which was taken by Jacob by fighting, അത് that was given to ശേഖമായിരുന്നു. Joseph. അവിടെ യേശു എത്തി. And the same place now Jesus had come. എന്നിട്ട് എന്താ യേശു ചെയ്തത്? What Jesus had done there, യേശു അവരോട് പറയുകയാണ്, Jesus had told them, 35-ാമത്തെ വാക്യം, verse 35, അവൻ 4:35, 4 verse 35. ഇനി 4 മാസം കഴിഞ്ഞിട്ട് After 4 months, കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? you say that there will be a harvest after 4 months. എന്താ അതിന്റെ അർത്ഥം? What does that mean? അവിടെ താമസിക്കുന്ന വാഗ്ദത്ത സന്തതി The people who are living there as അവർ inhabitants, നന്മ അനുഭവിക്കേണ്ടതിന് അവിടെ കൃഷി ചെയ്തിരിക്കുകയാണ്. and they have done the farming there, എന്നിട്ട് അവർ കാത്തിരിക്കുകയാണ്. and they are actually waiting. എന്താണ് കാത്തിരിക്കുന്നത്? What they are waiting for? 4 മാസം കഴിയുമ്പോൾ ഈ കൃഷിക്കകത്തുനിന്ന് ഹാർവെസ്റ്റ് എടുക്കുവാൻ കഴിയും. And they know that after 4 months there will be a harvest from the farming they have done. പക്ഷേ ചരിത്രം എന്താണ്? What is the history? അബ്രഹാം മുതലുള്ള കാലം ശ്രദ്ധിച്ചാൽ If you observe from the time of Abraham, ഇന്നു വരെ അതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. till now they couldn't actually enjoy the harvest from the ഒന്നുകിൽ farm. ക്ഷാമം വരും, Either there will be a famine, അല്ലെങ്കിൽ ശത്രു വരും. otherwise there will be an enemy ഒന്നുകിൽ coming. ക്ഷാമം വരും, There will be a famine, അല്ലെങ്കിൽ ശത്രു വരും. otherwise enemy will come. കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ഷാമവും ശത്രുവും കൂടെ ഒരുമിച്ച് വരാൻ തുടങ്ങി. In the latter days both used to come together. ഒരിക്കൽ പോലും വേണ്ട നിലയിൽ വാഗ്ദത്തത്തിന്റെ അവൻ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ ആ ജനത്തിനെതിരെ പ്രതിസന്ധി ഉയർന്നു Not നിൽക്കുകയാണ്. even once they could enjoy the blessings that they have done there. ഇപ്പോഴും അവർ കൃഷി പ്രതീക്ഷയോടെ ഇറക്കിയിട്ട് നിൽക്കുകയാണ്. Even now they are very expecting that there will be a good harvest from the farm. പക്ഷേ ചരിത്രം എന്താണ് പഠിപ്പിക്കുന്നത്? But what history teaches? ഒന്നുകിൽ ശത്രു വരും, അല്ലെങ്കിൽ ക്ഷാമം വരും, അല്ലെങ്കിൽ ശത്രുവും ക്ഷാമവും ഒരുപോലെ വന്ന് ഇത് കൊണ്ടുപോകും. Either enemy or the famine or both will come and they will spoil the എന്നിട്ടും harvest. അവർ 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരുമെന്ന പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. Even after all this history they are still expected that after 4 months there will be a good harvest. എന്നാൽ കൊയ്ത്തിന് 4 മാസം മുൻപ് Before 4 months of that യേശു ആ പട്ടണത്തിലേക്ക് ചെന്നു. Jesus came into that city. എന്നിട്ട് അവരോട് പറയുന്ന ചിന്ത എന്താണെന്നറിയാമോ? And what he was saying to them, 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. he was saying that after 4 months there will be a harvest. എന്നാൽ ഇപ്പോൾ തല ഉയർത്തി നോക്ക്. But you lift up your eyes and look now. കൊയ്ത്തിന് വയലുകൾ വിളഞ്ഞിരിക്കുന്നത് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. And you can see the fields are already ready for the harvest. എന്താ ഇതിന്റെ അർത്ഥം? What does that mean? യേശു പറയുകയാണ്, Jesus was saying, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തുണ്ടാകുമെന്നാണ്. you think that the harvest will come after 4 months. എന്നാൽ നിങ്ങളുടെ ചരിത്രം നോക്കിയാൽ If you look at your history, ഹാർവസ്റ്റിന്റെ സമയമാകുമ്പോൾ ഒന്നുകിൽ ക്ഷാമം വരും, അല്ലെങ്കിൽ ശത്രു വരും, during the time of harvest either enemy or the famine will അല്ലെങ്കിൽ come. ഇത് രണ്ടും കൂടെ വന്നത് നശിപ്പിക്കും. Otherwise both will come together and it will destroy your എന്നാൽ harvest. അതിനു മുമ്പേ യേശു അവരുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, But before that Jesus came to them 4 and മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. said, you expect that after 4 months there will be a നിങ്ങളുടെ harvest. കൊയ്ത്ത് 4 മാസം കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ശത്രുവും പ്രതീക്ഷിക്കുന്നു. You expect that after 4 months there will be a harvest. How you expect that your enemy is also expecting the same thing? എന്നാൽ ഇപ്പോൾ തല ഉയർത്ത്. But you lift up your eyes now. 4 മാസം കഴിഞ്ഞ് നിങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ശത്രു പ്രതീക്ഷിക്കുന്നത്, അതിനു മുൻപേ നിങ്ങളുടെ കരത്തിലേക്ക് തരാൻ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. Whatever you are expecting that harvest, you and your enemy expecting after 4 months, if you look, behold, and then you can see that you can have that in your hand now. ഇന്ന് സന്ധ്യയിൽ എന്താ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ദൂത്? What is the message that Lord has to tell you? നാളുകളായി വാഗ്ദത്തമുള്ളവന് വിരോധമായി ചലിച്ച് വാഗ്ദത്തത്തെ അനുഭവിക്കുവാൻ കഴിയാതെ അതിനെതിരെ പോരാടി ഒതുക്കുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ, ശത്രുവിന്റെ
പദ്ധതി നിന്നെ തകർക്കാൻ വെളിപ്പെടുന്നതിന് മുൻപേ അതിനകത്ത് ഇറങ്ങി വന്ന് വിടുവിക്കാൻ ഈ സന്ധിയിൽ യേശു ശക്തനാണ്. In the past days, whatever promises the Lord had given you, and if the enemy had taken them, and if enemy is expecting to take away things, but Lord is mightier enough to give you the harvest before ഈ that. പകലിൽ ഈ സന്ധിയിൽ ദൈവാത്മാവ് പറയുക, നാളുകളായി നിന്റെ വാഗ്ദത്തത്തിനെതിരെ ചലിക്കുന്ന അവൻ ശത്രുവിന്റെ ആരവത്തിന്റെ നടുവിൽ നിന്ന് നിന്റെ കരത്തിലേക്ക് അത് കൈമാറാ ഈ രാത്രി യേശുവിന്റെ സാന്നിധ്യം And വെളിപ്പെടുകയാണ്. the presence of the God is actually revealing, so that whatever promises God had given you, that will reach in your hand before the enemy takes it away. 4 മാസം കഴിഞ്ഞല്ല നീ അത് അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ തല ഉയർത്ത്. It is not now or after. It is not after 4 months you are going to enjoy the blessing. ഇപ്പോൾ It is തല now. ഉയർത്ത്. You lift up your head now. ഇപ്പോൾ തല ഉയർത്ത്. Lift your head now. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്നാ? What does that mean? നാളുകളിൽ വെളിപ്പെടേണ്ട വിടുതലുകൾ ശത്രു അപകരിക്കുന്നത് മുൻപേ നിന്റെ കരത്തിൽ തരാ ഇന്ന് സന്ധിയിൽ യേശു തയ്യാറാകുകയാണ്. What God wants to tell you is that before the deliverance happen, if enemy is trying to take away that deliverance, God is ready to give you now. ഈ സന്ധിയിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നാളുകളായി നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന, അവൻ നിന്റെ വാഗ്ദത്തത്തെ തടയുന്ന, അവൻ ശത്രുവിന്റെ പ്രവർത്തികളുടെ നടുവിൽ ഇന്ന് പകൽ ചെന്ന് കൈമാറാൻ യേശു How തയ്യാറാകുകയാണ്. many of you believe that whatever enemies are taken away in the past days, and God is ready to give you in your hand right now? എന്താ അവിടെ വായിച്ചത്? What have you read now? യേശു ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. Jesus had to go through Samaria. അപ്പൊ എന്താ യേശുവിനെ കടന്നു പോകാനുള്ള കാരണം? യേശു അവിടെ പോകേണ്ടി വന്നതിന്റെ കാരണം What is the reason behind Jesus had to go through Samaria? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. Behind that there was a reason. നിങ്ങൾ എന്താണ് കാരണം പരിശോധിച്ചാൽ, If you look for the reason, അബ്രഹാമിന്റെ കാലം മുതൽ from the time of Abraham, പ്രതീക്ഷയോടെ കൃഷി ഇറക്കിയിട്ട് people were very expectant about the harvest. വാഗ്ദത്തത്തിന്റെ നന്മ അനുഭവിക്കുവാൻ ശ്രമിച്ചിട്ട് When they were trying to get the blessings out of their farming, വേണ്ട നിലയിൽ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ but they couldn't enjoy the blessing. കരഞ്ഞ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും കരച്ചിൽ ആ പട്ടണത്തിൽ കിടക്കുകയാണ്. The tears of the cries of the people who had actually cried in the previous days, because they couldn't enjoy the harvest. തലമുറകളായി ചില മാതാപിതാക്കന്മാരുടെ കരച്ചിൽ ആ പട്ടണത്തിനകത്തുണ്ട്. Tears of the parents and the people who were crying in the past days, that is there in that land. വർക്ക് ചെയ്യാഞ്ഞിട്ടല്ല, It is not because they haven't worked കൃഷി hard. ചെയ്യാഞ്ഞിട്ടല്ല, It is not because they didn't farm enough. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, It is not because they didn't pray enough. അധ്വാനിക്കാഞ്ഞിട്ടല്ല, It is not because they didn't work ദൈവത്തെ hard. വിശ്വസിക്കാഞ്ഞിട്ടല്ല, It is not because they didn't believe വാഗ്ദത്തം God. ഇല്ലാഞ്ഞിട്ടല്ല, It is not because they didn't receive the എല്ലാം promise. ഉണ്ടായിട്ടും ശത്രു അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞ ഒരു തലമുറയുടെ കരച്ചിൽ യേശുവിനെ ആ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാണ്. They had everything, but the enemy had taken away all their blessings, and those tears were there. That is why Jesus had to ഇന്ന് come in സന്ധ്യയിൽ that place. ദൈവാത്മാവിൽ ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. നാളുകളായി നിന്റെ താമൻ വാഗ്ദത്തം അനുഭവിക്കാൻ കഴിയാതെ നിന്നെ മാനസികമായി തകർത്ത് അവൻ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവൻ തലമുറകളായി മാസങ്ങളായി വർഷങ്ങളായിരിക്കുന്ന ദൈവ പൈതലേ, ഈ രാത്രിയിൽ ഈ സന്ധ്യയിൽ ദൈവാത്മാവ് പറയുക, നിന്റെ കരച്ചിലും മറുപടി തരുക. ഇന്ന് രാത്രി യേശു കർത്താവ് നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. In the previous days, how the children of God, you might have cried for so many things, although you had promised, but the enemy hasn't given you in your hands. But God is mightier enough to give you that in your hand now. ശത്രു വരുന്നതിന് മുൻപേ, Before the enemy comes, ക്ഷാമം വരുന്നതിന് മുൻപേ before the famine നിന്റെ comes, വാഗ്ദത്തം നീ അനുഭവിക്കേണ്ടതിന് so that you will enjoy your വാഗ്ദത്തം promise. ചെയ്തവൻ അവന്റെ നടുക്കിൽ ഇറങ്ങി നിൽക്കുകയാ. God who had given you the promise, He has come. വാഗ്ദത്തം ചെയ്തവൻ അടുക്കിൽ ഇറങ്ങി നിൽക്കുകയാ. And the God who had given you ഇന്ന് promise, has സന്ധ്യയിൽ come. ദൈവാത്മാവ് പറയുന്നു, And the such few ചിലരുടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ കഴിയാതെ മാനസികമായി തകർത്ത് തരിപ്പണമാക്കിയ ചില മണ്ഡലങ്ങളുടെ നടുവിൽ നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ നിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് ഇന്ന് രാത്രി ചിലത് കൈമാറാൻ തുടങ്ങുന്നു എന്ന് ആത്മാവി സന്ധ്യയിൽ സഭയോട് ദൂത് പറയുകയാണ്. when you had enough promise and the enemy had come and taken away all the promises, and now I want to give you that message is God has come here so that you can enjoy the promise that Lord had given. നാളുകളിലല്ല, Not in the coming days, മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല. not after few months. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ,
ശ്രദ്ധിച്ചു നോക്കിയേ, Listen. ഇസ്രായേലാണ് ഏറ്റവും നല്ല അഗ്രികൾച്ചർ സിസ്റ്റം ഉള്ളത്. And we know that in Israel, that is the best agriculture system you can see in this അവർക്കറിയാം world. ഒരു സീഡ് കുഴിച്ചിട്ടാൽ എത്ര നാൾ കൊണ്ട് ഹാർവെസ്റ്റ് എടുക്കാമെന്ന്. And they know if one seed has been buried, how many days it will take to come as a അത് harvest. നന്നായി യേശുവിനും അറിയാം. And Jesus also knew യേശു about it. പറയാണ് 4 മാസം കഴിഞ്ഞേ ഹാർവെസ്റ്റ് ആകുകയുള്ളൂ. And Jesus knew that after only 4 months the harvest will start. എന്നാൽ ഇത് എക്സാക്ട് ഹാർവെസ്റ്റിന് ഒരു പ്രോസസിംഗ് ടൈം ഉണ്ട്. Because he knew that there is a processing time പക്ഷേ before the harvest can happen. ആ പ്രോസസിംഗ് ടൈം ആകുമ്പോഴത്തേന് ശത്രുവോ ക്ഷാമമോ ഇത് അപഹരിക്കാനുള്ള സാധ്യതയുണ്ട്. And even before the harvest happened, the enemy or the famine can come and steal away the harvest. നാളുകളിൽ വെളിപ്പെടാനുള്ള ഒരു നന്മയ്ക്ക് വിരോധമായി ശത്രുമണ്ഡലങ്ങളിൽ ഒരുക്കപ്പെടുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയുന്നവൻ അതിനു മുൻപേ ചിലത് കൈമാറാൻ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. And even before the enemy plans to take away or steal those harvests, God knows the enemy's plan, and he is doing all the plans so that the promise will reach to his son's hand. ഇന്ന് രാത്രി നിനക്ക് വിരോധമായി ചലിക്കുന്ന പൈശാചി മണ്ഡലങ്ങളുടെ പോരാട്ടങ്ങളെ തിരിച്ചറിയുന്ന സ്വർഗം അവൻ നിനക്ക് വിരോധമായി അത് വെളിപ്പെടുന്നതിന് മുൻപേ നിന്റെ വാഗ്ദത്തം നീ അനുഭവിക്കേണ്ടത് നിനക്ക് വേണ്ടി ഈ സന്ധ്യയിൽ ഇറങ്ങി വരുവാൻ ശക്തമാണെന്ന് ആത്മാവീ പകൽ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൃദ്യമായി നിന്നോട് ഇടപെടുകയാണ്. And heaven knows the enemy's plan, and even before the enemy reveals his plan, God had come down so that his children can enjoy the ഈ promise. ജനത്തിന്റെ ഭാരം യേശുവിനെ അവരുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. And the people are actually taking their burden to Jesus. ഇവരുടെ കണ്ണുനീര് യേശുവിനെ ആ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാണ്. And their tears actually brought Jesus into that അവരുടെ place. പ്രാർത്ഥനയും ഞെരുക്കവും ഞരക്കവും യേശുവിനെ ആ പട്ടണത്തിലേക്ക് And കൊണ്ടുവരികയാണ്. their prayers and supplication actually brought Jesus into that ഇന്ന് city. രാത്രി നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാൻ യേശുവിന് കഴിയില്ല. And Jesus cannot pass through your നിന്റെ tears. തകർച്ചയെ മറികടന്നു പോകാൻ യേശുവിന് കഴിയില്ല. He cannot go over your നിന്റെ troubles. വേദനയെ മറന്നു കളയാൻ യേശുവിന് കഴിയില്ല. He cannot forget your pain. അവൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി He വരികയാണ്. comes to you. തലയുയർത്തി നോക്ക്, You lift your head. ഇപ്പോൾ അത് സംഭവിക്കാൻ It തുടങ്ങുകയാണ്. can happen now. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. Let's close our ഞാൻ eyes. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കുവാൻ I'm ആഗ്രഹിക്കുന്നു. going to end this session by ഒരുമിച്ച് praying. പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും. Let's pray. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ In the name of Jesus, കർത്താവേ, ഇന്ന് രാത്രി ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു. I am blessing ഈ these people. ഈ ദിവസങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ During the time of this fasting ഈ prayer, ജനം വാഗ്ദത്തം അനുഭവിക്കേണ്ടതിന് let these people enjoy നിങ്ങളുടെ their സാന്നിധ്യം promise. ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്നത് ഓർത്ത് സ്തോത്രം Let ചെയ്യുന്നു. your presence be manifested among these സഭയെ people. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. I am submitting this church in your വർദ്ധിപ്പിക്കുകയും hands. വളർത്തുകയും വാഗ്ദത്തം നിവർത്തിക്കുകയും ചെയ്യുവാൻ നിങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടണമേ. Let your presence be revealed so that all the promises will be fulfilled. യേശുവിൻ നാമത്തിൽ തന്നെ In the mighty name of അവസരമൊരുക്കി തന്ന Jesus. കർത്തൃദാസന് സഭയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു. I thank everyone who have given me this opportunity.